CM Punk വേഴ്സസ് സെത്ത് റോളൻസ് മാച്ചാണോ, റോമൻ റെയിൻസ് വേഴ്സസ് സോളോ സിക്കാവ മാച്ചാണോ റോ നെറ്റ്ഫ്ലിക്സിൽ മെയിൻ ഇവന്റായി വരാൻ പോകുന്നത്? ഇപ്പോൾ ഈ ഒരു പ്രശ്നം ഭയങ്കരമായി വന്നിട്ടുണ്ട്, അതിനെപ്പറ്റി പറയാം. അതുപോലെ സോളോ സിക്കാവ, റോമൻ റെയിൻസ് ഇവർക്ക് നടക്കുന്ന ട്രൈബൽ കോമ്പാക്ട് മാച്ച് ആർക്കാണ് വിജയ സാധ്യത കൂടുതൽ എന്നുള്ളതും ഈ വീഡിയോയിൽ പറയാം. അതുപോലെ തന്നെ WWE റോ എപ്പിസോഡ് ജനുവരി 2025 തൊട്ട് നെറ്റ്ഫ്ലിക്സ് ആണ് ടെലികാസ്റ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾക്കിവിടെ സോണിയിൽ കാണാൻ സാധിക്കുമോ, ഇന്ത്യൻ ഫാൻസ് എങ്ങനെ കാണും എന്നുള്ളത് ചിലരൊക്കെ കമൻറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാം. അപ്പോൾ WWE റോ എപ്പിസോഡ് നമ്മൾക്കറിയാം, ഒരുപാട് വർഷമായിട്ട് നമ്മൾ സോണി 10 റോ എപ്പിസോഡും അതുപോലെ തന്നെ സ്മാക്ക് ഡൗൺ, NXT എല്ലാം ലൈവായി കാണാറുള്ളത്. എന്നാൽ ഇപ്പോൾ റോ എപ്പിസോഡ് നെറ്റ്ഫ്ലിക്സ് വാങ്ങിച്ചതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ഡൗട്ട് എല്ലാം വന്നിട്ടുള്ളത്. അതായത് സോണി സ്പോർട്സിൽ റോ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്യില്ലേ എന്നുള്ള ഡൗട്ട് എല്ലാവർക്കും വന്നിട്ടുണ്ട്. അതായത് ഇന്ത്യയിൽ ടെലികാസ്റ്റ് ചെയ്യുമോ എന്ന്. അപ്പോൾ ഈ ഒരു ന്യൂസ് മുൻപൊക്കെ വന്ന സമയത്ത്, അതായത് നെറ്റ്ഫ്ലിക്സ് വാങ്ങുമെന്ന് പറഞ്ഞ് ന്യൂസ് വന്ന സമയത്ത് നമ്മളെല്ലാവരും വിചാരിച്ചത് നെറ്റ്ഫ്ലിക്സ് വാങ്ങിയിട്ട് അവരുടെ അവിടെ മാത്രം നെറ്റ്ഫ്ലിക്സിൻ്റെ ആപ്പ്, അതായത് നെറ്റ്ഫ്ലിക്സിൻ്റെ സബ്സ്ക്രിപ്ഷൻ ഉപയോഗിച്ച് കാണാൻ സാധിക്കുമെന്നും നമ്മൾക്ക് ഇവിടെ ഇന്ത്യയിൽ സോണി 10 തന്നെ ടെലികാസ്റ്റ് ചെയ്യും എന്നായിരുന്നു. എന്നാൽ നെറ്റ്ഫ്ലിക്സ് ഇന്ത്യ ഇതിനെപ്പറ്റിയൊരു പോസ്റ്റ് എല്ലാം ഇട്ടിട്ടുണ്ട്. അതായത് റോ എപ്പിസോഡ് ഇനി മുതൽ നെറ്റ്ഫ്ലിക്സിൽ കാണാൻ വേണ്ടിയിട്ട് തയ്യാറാവാൻ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഈ ഒരു പോസ്റ്റ് എല്ലാം നെറ്റ്ഫ്ലിക്സിൽ ഇട്ടതിന് ശേഷവും എല്ലാവർക്കും വളരെയധികം ഡൗട്ട് വന്നു കാണും, സോണിയിൽ ലൈവായി ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ ഇനി എങ്ങനെ ഷോ കാണാൻ സാധിക്കും എന്നൊക്കെ. അപ്പോൾ ഇതിനെ പറ്റിയെല്ലാം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സോണി സ്പോർട്സും WWE ഡീല്, അതായത് WWE റോ, സ്മാക്ക് ഡൗൺ, NXT ഇതെല്ലാം ടെലികാസ്റ്റ് ചെയ്യുന്ന ഡീല് ഏപ്രിൽ അല്ലെങ്കിൽ മെയ് മാസത്തിൽ അവസാനിക്കുമെന്നാണ് പറയുന്നത്. അതായത് എല്ലാ TV പ്രോഗ്രാമിനും ഇത്ര വർഷത്തെ ഡീലുണ്ടാകും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെയുള്ളൊരു ഡീല് അവസാനിക്കാറായിട്ടുണ്ട് സോണി സ്പോർട്സിൻ്റെ. ഇപ്പം നമുക്കറിയാൻ സാധിക്കുന്നത് അതുവരേക്കും, അതായത് റോ നെറ്റ്ഫ്ലിക്സിൽ പോയാലും സോണി 10 റോ എപ്പിസോഡ് നമുക്ക് ലൈവായിട്ട് കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അതായത് ഏപ്രിൽ മെയ് വരേക്കും റോ എപ്പിസോഡ് എന്തായാലും ലൈവായിട്ട് സോണി സ്പോർട്സിൽ ഉണ്ടാകുമെന്ന്. അപ്പോൾ സോണി 10 റോ ടെലികാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ റോ എപ്പിസോഡ് നടക്കുന്നതിനേക്കാൾ 1-2 ദിവസം മുൻപ് ഞാൻ പോസ്റ്റ് ഇടാം, അല്ലെങ്കിൽ ഒരു വീഡിയോയിൽ കറക്റ്റായിട്ട് പറയാം. കാരണം അപ്പോഴത്തേക്കും അവരുടെ ഷെഡ്യൂളെല്ലാം കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ സോണി സ്പോർട്സുമായിട്ടുള്ള ഡീൽ അവസാനിച്ചാലും സോണി സ്പോർട്സ് പുതിയ ഡീലെല്ലാം വെച്ചുകൊണ്ട് WWE ടെലികാസ്റ്റ് ചെയ്യും. അതായത് സോണി സ്പോർട്സ് WWE ഷോ വിട്ടുകളയാനൊന്നും ചാൻസ് ഇല്ല, വേറെ ചാനലിലേക്കും പോകാനും ചാൻസ് ഇല്ല. പക്ഷേ റോ എപ്പിസോഡ് അതിനുശേഷം ടെലികാസ്റ്റ് ചെയ്യുമോ എന്നുള്ളതാണ് ഡൗട്ട്. ഇനി അഥവാ സോണിയിൽ വന്നിട്ടില്ലെങ്കിൽ പിന്നൊരു വഴി എന്താണ് എന്ന് ചോദിച്ചാൽ വാച്ച് റെസ്ലിംഗ് വെബ്സൈറ്റ് വഴി കാണാൻ സാധിക്കും. പക്ഷെ അതൊന്നും സെറ്റല്ല, നമ്മൾ TV കാണുന്ന ആ ഒരു ഫീല് കിട്ടില്ല. അതായത് TV ലൈവ് കാണുന്ന ആ ഒരു ഫീലൊന്നും കിട്ടില്ല. അതുപോലെ തന്നെ ഷോ കഴിഞ്ഞതിന് ശേഷം ടെലിഗ്രാമിൽ WWE ഷോസ് വരാനുള്ള ചാൻസ് ഭയങ്കര അധികം കൂടുതലാണ്. കാരണം നെറ്റ്ഫ്ലിക്സിൽ ലൈവായി ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ എന്തായാലും അത് ടെലിഗ്രാമിൽ വരും, അങ്ങനെയും നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ ലൈവ് കാണുമ്പോഴുള്ള ആ ഒരു തൃപ്തി നമുക്ക് കിട്ടില്ല. ഇപ്പോൾ ഈ വഴികളൊക്കെയാണ് ഇന്ത്യയിൽ നമുക്ക് റോ കാണാനായിട്ടുള്ളൊരു വഴി. മെയിനായിട്ടും നെറ്റ്ഫ്ലിക്സിൽ സബ്സ്ക്രിപ്ഷൻ എടുത്ത് നമുക്ക് റോ കാണാൻ സാധിക്കും. പക്ഷെ സാധാരണക്കാർക്ക് അത് എളുപ്പമല്ല, നമ്മളൊക്കെ TV കണ്ടാണ് ശീലമായത്. എന്തായാലും നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ സോണി സ്പോർട്സ് WWE റോ ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പോസ്റ്റ് ഇടാം. ആ റോ നടക്കുന്നതിന് 1 ദിവസം മുൻപോ അല്ലെങ്കിൽ 2 ദിവസം മുൻപോ. ഇനി ഭാവിയിൽ, അതായത് WWE റോ സ്മാക്ക് ഡൗൺ എപ്പിസോഡ് നെറ്റ്ഫ്ലിക്സിന് WWE കൊടുക്കാൻ ചാൻസ് ഉണ്ട്. എന്തായാലും സ്മാക്ക് ഡൗൺ ഉടനെയൊന്നും പോവില്ല, US നെറ്റ്വർക്കുമായിട്ട് ഡീലുണ്ട്. അതുപോലെ NXTയും CW ആയിട്ട് ഡീലുണ്ട്. അതുകൊണ്ട് ഈ 2 ഷോ എളുപ്പം കൊണ്ട് പോവില്ല. പക്ഷെ ഭാവിയിൽ ഈ 2 ഷോയും നെറ്റ്ഫ്ലിക്സിൽ ടെലികാസ്റ്റ് ചെയ്തേക്കാം. ഇനി സെത്ത് റോളൻസ്, CM പങ്ക്, അതുപോലെ തന്നെ റോമൻ റെയിൻസ്, സോളോ സിക്കാവ ഇവരുടെ മാച്ച് മെയിൻ ഇവന്റിൽ വരുന്നതിനെ പറ്റി ഇപ്പൊ ഭയങ്കരമായി പ്രശ്നങ്ങൾ പോകുന്നുണ്ട്. അതായത് മൈക്കിൾ കോൾ റോ നെറ്റ്ഫ്ലിക്സിന്റെ കിക്ക് ഓഫ് ഷോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, CM പങ്ക് വേഴ്സസ് സെത്ത് റോളൻസ് മാച്ചാണ് റോ നെറ്റ്ഫ്ലിക്സിൽ മെയിൻ ഇവന്റായി വരാൻ പോകുന്നത് എന്ന്. എന്നാൽ ഇപ്പം മുഴുവനായിട്ടും പ്രശ്നം വന്നിട്ടുള്ളത് എന്താണ് എന്ന് വെച്ചാൽ റോമൻ റെയിൻസ്, സോളോ സിക്കാവ ഇവരുടെ ട്രൈബൽ കോമ്പാക്ട് മാച്ചാണ് മെയിൻ ഇവന്റായി വെക്കാൻ പോകുന്നത് എന്നും സെത്ത് CM പങ്ക് ഇവരുടെ മാച്ച് മെയിൻ ഇവന്റ് വെക്കില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ സെത്ത് CM പങ്ക് മാച്ച് ഓൾറെഡി കൺഫേം ആയിട്ടുണ്ട്. എന്നാലും ഇങ്ങനെയെല്ലാം ഭയങ്കരമായി ന്യൂസ് എല്ലാം വരുന്നുണ്ട്. അതായത് ജസ്റ്റ് ഇവർക്കൊരു സ്പാർക്ക് ഉണ്ടാക്കുന്നത് പോലെ. അപ്പോൾ ഇങ്ങനെ എങ്ങനെ സംഭവിച്ചു റോമൻ റെയിൻസ് നെറ്റ്ഫ്ലിക്സ് റോയിൽ മെയിൻ ഇവന്റ് മാച്ച് ചെയ്ത ഞാൻ ഈ അടുത്ത് ചെയ്ത വീഡിയോസിൽ പറഞ്ഞ ഒരു കാര്യം സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് സെത്ത് റോളൻസ്, CM പങ്ക്, റോമൻ റെയിൻസ്, അല്ലെങ്കിൽ റോമൻ റെയിൻസ്, CM പങ്ക് ഇവർക്ക് റെസൽമേനിയ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും WWE ചിലപ്പോൾ ഇങ്ങനെ ചെയ്തേക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ റോക്ക് വന്നില്ലെങ്കിൽ മാത്രമാണ് ഈ വക പ്ലാനൊക്കെ നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. റോക്ക് വരാണെങ്കിൽ ഇതെല്ലാം ക്യാൻസൽ ചെയ്യാം. അപ്പോൾ റോ നെറ്റ്ഫ്ലിക്സിൻ്റെ മെയിൻ ഇവന്റിൽ ഇപ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങൾ പോകുന്നുണ്ട്. ഇങ്ങനെ പ്രശ്നം വന്ന് CM പങ്കിൻ്റെ മാച്ച് ഇവന്റിൽ നിന്നും മാറ്റി പിന്നീട് റോമൻ്റെ മാച്ചും വെച്ച് അതിൽ റോക്ക് വന്നിട്ടില്ലെങ്കിൽ
നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും റസൽമേനിയയിൽ ട്രിപ്പിൾ ത്രെഡ് അല്ലെങ്കിൽ റോമൻ വേഴ്സസ് CM പങ്ക് മാച്ചാണ് നടക്കാൻ പോകുന്നത് എന്ന്. പക്ഷേ റോ നെറ്റ്ഫ്ലിക്സ് ഡെബ്യൂ ഷോ ആയതുകൊണ്ട് റോക്ക് എന്തായാലും വരാനുള്ള ചാൻസും കൂടുതലാണ്. WWE അത് ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നുമുണ്ട്. ഇനി സോളോ സിക്കാവ റോമൻ റെയിൻസ് ഇവരുടെ ട്രൈബൽ കോമ്പാക്ട് മാച്ചിനെ പറ്റി പറയാം. അതായത് ഈ മാച്ചിൽ ആർക്കാണ് വിജയസാധ്യത കൂടുതൽ, എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് വളരെ സിമ്പിളായിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. റോമൻ റെയിൻസ് വിൻ ചെയ്ത് ട്രൈബൽ ചീഫായി മാറുമെന്ന്. പക്ഷേ ഈ മാച്ച് പ്രെഡിക്റ്റ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. അതായത് റോക്ക് അങ്ങനെ വന്ന് സോളോ സിക്കാവനെ ഹെൽപ്പ് ചെയ്ത് റോമൻ റെയിൻസിനെ തോൽപ്പിച്ചുകൊണ്ട് ഇവർക്ക് റസൽമേനിയ മാച്ച് വരുമോ അല്ലെങ്കിൽ മാച്ചിന് ശേഷമാണോ റോക്ക് വരിക, ഈ ഒരു ഡൗട്ടെല്ലാം നിൽക്കുന്നതുകൊണ്ട് ഈ മാച്ച് കറക്റ്റായിട്ട് പ്രിഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ട്രൈബൽ ചീഫ് എന്ന് പറയുമ്പോൾ ഒരേ ഒരു റെസ്ലർ മാത്രമാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക, അത് റോമൻ റെയിൻസ്. അതുകൊണ്ട് ഈ മാച്ചിൽ റോമൻ റെയിൻസ് തന്നെയായിരിക്കും വിൻ ചെയ്യാൻ പോകുന്നത്. വിൻ ചെയ്ത് റോമൻ റെയിൻസ് തിരികെ പവർ എടുത്തുകൊണ്ട് ട്രൈബൽ ചീഫായി മുന്നോട്ട് പോകും എന്നാണ് ഞാൻ പറയുന്നത്. ഇതാണ് എൻ്റെ പ്രൊഡിക്ഷൻ. പക്ഷേ ഈ മാച്ച് പ്രിഡിക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ടാണ് ഇപ്പം മൊത്തം നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പിന്നെ ഡ്രൂ മാക്കിൻറ്റയർ വന്ന് അറ്റാക്ക് ചെയ്യാനുള്ള ഒരു ചാൻസും കാണുന്നുണ്ട്. അപ്പോൾ റോക്ക്, ഡ്രൂ മാക്കിൻറ്റയർ ഇവരൊക്കെ വന്നിട്ടില്ലെങ്കിൽ റോമൻ റെയിൻസ് തന്നെയായിരിക്കും വിൻ ചെയ്യാൻ പോവുക. ഇതിൽ ഡ്രൂ മാക്കിൻറ്റയർ വെച്ച് ചിലപ്പോൾ WWE ഹൈപ്പ് കൂട്ടുന്നതായിരിക്കാം. എന്തായാലും നമുക്ക് നോക്കാം. എൻ്റെ പ്രൊഡിക്ഷൻ റോമൻ റെയിൻസ് ന്യൂ ട്രൈബൽ ചീഫ് ആവും. ഇപ്പോൾ ഒരു സ്പെഷ്യൽസിനേക്കാൾ മുകളിലാണ് റോ നെറ്റ്ഫ്ലിക്സ് പോകുന്നത്. ഭയങ്കര ഹൈപ്പ്, അതുപോലെ തന്നെ നിറയെ റെസ്ലേഴ്സിൻ്റെ റിട്ടേൺ. ഓപ്പണിംഗ് സെഗ്മെൻറ്റ് ജോൺ സീനയുടേതായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ന്യൂസ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാം വെച്ച് റോ നെറ്റ്ഫ്ലിക്സ് വേറെ ലെവലാവാൻ പോവാണ്. ഇനി റോമൻ റെയിൻസിന് വേണ്ടിയിട്ട് കൊണ്ടുവരാൻ പോകുന്ന ചാമ്പ്യൻഷിപ്പ്, WWEക്ക് ഇങ്ങനെ ഒരു ചാമ്പ്യൻഷിപ്പ് കൊണ്ടുവരാനായിട്ട് പ്ലാൻ ഉണ്ട് എന്നാണ് പറയുന്നത്. അതായത് ട്രൈബൽ ചീഫ് ചാമ്പ്യൻഷിപ്പ്. അപ്പോൾ ഈ ഒരു ചാമ്പ്യൻഷിപ്പ് റോ നെറ്റ്ഫ്ലിക്സ് നടക്കുന്ന സമയത്താണ് WWE കൊണ്ടുവരിക. അതായത് സോളോ സിക്കാവ റോമൻ റെയിൻസ് ഇവരുടെ ട്രൈബൽ കോമ്പാക്ട് മാച്ചിന്. അപ്പോൾ ഈ ഒരു ചാമ്പ്യൻഷിപ്പ് കൊണ്ടുവന്ന് ഇവർക്ക് കൊടുക്കുന്നതായിട്ടല്ല പ്ലാൻ. ഇതൊരു ലിമിറ്റഡ് എഡിഷനായിട്ട് ഇറക്കിക്കൊണ്ട് WWEക്ക് അവരുടെ ഷോപ്പിൽ വിൽക്കാനാണ് പ്ലാൻ ഉള്ളത്. അപ്പോൾ ഇങ്ങനെ കൊണ്ടുവന്ന നല്ല രീതിയിൽ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഫാൻസ് എന്തായാലും ഈ ഒരു ട്രൈബൽ ചീഫ് ചാമ്പ്യൻഷിപ്പൊക്കെ വാങ്ങിക്കും. അതിന് വേണ്ടിയിട്ട് ഒരു ലിമിറ്റഡ് എഡിഷനായിട്ട് കൊണ്ടുവരും എന്നാണ് പറയുന്നത്. വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക.